11ാമത്തെ ചോദ്യം. എക്സ്പ്രസ് z equal to 5 plus root 2y divided by 1 minus root 2y in the form a plus ib. ഈ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പറിനെ സിംപ്ലിഫൈ ചെയ്ത് a plus ib ഫോമിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്ക് ഓരോ കോംപ്ലക്സ് നമ്പർ കാണാൻ പറ്റും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ആണ് വേണ്ടത്. അതായത് 1 പ്ലസ് റൂട്ട് 2i കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 പ്ലസ് റൂട്ട് 2i ഇൻറ്റു 1 പ്ലസ് റൂട്ട് 2i ഡിവൈഡഡ് ബൈ 1 മൈനസ് റൂട്ട് 2i ഇൻറ്റു 1 പ്ലസ് റൂട്ട് 2i. ഇനി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ കണ്ടുപിടിക്കുന്നു. ന്യൂമറേറ്ററിൽ 5 പ്ലസ് റൂട്ട് 2i ഇൻറ്റു 1 പ്ലസ് റൂട്ട് 2i എന്നാണ്. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. 5 കൊണ്ട് നമ്മൾ ആദ്യമേ രണ്ടാമത്തെ ബ്രാക്കറ്റിലെ ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. 5 ഇൻറ്റു 1 5 പ്ലസ് 5 ഇൻറ്റു റൂട്ട് 2i, അതായത് 5 റൂട്ട് 2i എന്ന് എഴുതുന്നു. പ്ലസ് അടുത്തതായിട്ട് റൂട്ട് 2i കൊണ്ട് നമ്മൾ രണ്ടാമത്തെ ബ്രാക്കറ്റിലെ ഓരോ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. റൂട്ട് 2i ഇൻറ്റു 1 റൂട്ട് 2i പ്ലസ് റൂട്ട് 2i ഇൻറ്റു റൂട്ട് 2i, റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 നമുക്ക് 2 എന്ന് എഴുതാം. i ഇൻറ്റു i സ്ക്വയർ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് പകരം a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമിലാണ് അതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഐഡന്റിറ്റി യൂസ് ചെയ്യാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അതായത് 1 സ്ക്വയർ 1 മൈനസ് റൂട്ട് 2iയുടെ സ്ക്വയർ. റൂട്ട് 2വിന്റെ സ്ക്വയർ 2 ആണ്. ഐയുടെ സ്ക്വയർ i സ്ക്വയർ, 2i സ്ക്വയർ. ഐ സ്ക്വയറിന്റെ വില -1 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഐ സ്ക്വയറിന്റെ സ്ഥാനത്ത് -1 എന്നുള്ള വാല്യൂ കൊടുത്ത് നമ്മൾ ഇതിനെ ഒന്ന് മാറ്റി എഴുതുകയാണെങ്കിൽ 5 പ്ലസ് 5 റൂട്ട് 2i പ്ലസ് റൂട്ട് 2i. ഐ സ്ക്വയർ -1 ആണ്. അപ്പൊ 2 ഇൻറ്റു -1 -2 എന്ന് വരും. ഡിവൈഡഡ് ബൈ താഴെ 1 മൈനസ് 2 ഇൻറ്റു -1, അപ്പോൾ -2 ഇൻറ്റു -1 അതായത് +2 എന്ന് വരും. ഇനി ന്യൂമറേറ്ററിൽ ഐ ഇല്ലാത്ത ടേമുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 5ഉം -2ഉം ആണ്. 5 മൈനസ് 2 എന്ന് പറയുന്നത് 3 എന്ന് നമുക്ക് എഴുതാം. 3 പ്ലസ് ഐ ഉള്ള ടേമുകൾ 5 റൂട്ട് 2iയും റൂട്ട് 2iയുമാണ്. 5 റൂട്ട് 2iയും റൂട്ട് 2iയും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് റൂട്ട് 2i എന്ന് പറഞ്ഞാൽ 1 റൂട്ട് 2i ആണെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെയെങ്കിൽ 5 റൂട്ട് 2iയുടെ കൂടെ ഒരു റൂട്ട് 2i കൂട്ടുകയാണെങ്കിൽ 6 റൂട്ട് 2i എന്നാണ് നമ്മൾ അതിനെ എഴുതേണ്ടത്. ഡിവൈഡഡ് ബൈ 1 പ്ലസ് 2 3. ഈ ഡിനോമിനേറ്ററിൽ 3 ന്യൂമറേറ്ററിലെ രണ്ട് ടേമിനും കോമൺ ആണെന്ന് നമുക്കറിയാം. അതായത് 3/3 പ്ലസ് 6 റൂട്ട് 2i ബൈ 3 എന്നാണ് ഇതിന്റെ മീനിങ്. അപ്പൊ അങ്ങനെയെങ്കിൽ 3/3 എന്നത് 1 ആയിട്ട് മാറുന്നു. 6 റൂട്ട് 2iയിലെ ആ 3യെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ 6ഉം 3യും കട്ട് ചെയ്യുകയാണെങ്കിൽ 6ന്റെ സ്ഥാനത്ത് 2 എന്ന് വരും. 2 റൂട്ട് 2i എന്ന് വരും. അതായത് 1 പ്ലസ് 2 റൂട്ട് 2i എന്ന ആൻസർ വരുന്നു. മൂന്നാമത്തെ ചോദ്യം. റൈറ്റ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 4 മൈനസ് 3i. നമ്മൾ ഈ കോംപ്ലക്സ് നമ്പറിനെ z എന്ന് വിളിക്കുന്നു. ലെറ്റ് z ഈക്വൽ ടു 4 മൈനസ് 3i. ഇതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാനാണ് പറഞ്ഞേക്കുന്നത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം 1/z ആണ്. അതായത് 1 ഡിവൈഡഡ് ബൈ 4 മൈനസ് 3i. ഇതിന് നമ്മൾ a പ്ലസ് ib ഫോമിൽ കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 4 പ്ലസ് 3i കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 ഇൻറ്റു 4 പ്ലസ് 3i ഡിവൈഡഡ് ബൈ 4 മൈനസ് 3i ഇൻറ്റു 4 പ്ലസ് 3i ഈക്വൽ ടു 1 ഇൻറ്റു 4 പ്ലസ് 3i, അതായത് 4 പ്ലസ് 3i ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 4 മൈനസ് 3i ഇൻറ്റു 4 പ്ലസ് 3i നമുക്കറിയാം a മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഫോമാണ്. അത് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള രീതിയിൽ എഴുതാം. അതായത് 4 സ്ക്വയർ മൈനസ് 3i സ്ക്വയർ. 4 സ്ക്വയർ 16 ആണ്. മൈനസ് 3i സ്ക്വയർ, 3 സ്ക്വയർ 9 ആണ്. 9 ഇൻറ്റു i സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. അതായത് 4 പ്ലസ് 3i ഡിവൈഡഡ് ബൈ 16 മൈനസ് 9 ഇൻറ്റു -1. ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ -9 ഇൻറ്റു -1 എന്ന് പറയുന്നത് +9 എന്ന് വരും. അതായത് 4 പ്ലസ് 3i ഡിവൈഡഡ് ബൈ 25 എന്ന് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഫോർമുല യൂസ് ചെയ്യാം. അതായത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഈക്വൽ ടു ഇസഡ് ബാർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഇസഡ് സ്ക്വയർ എന്ന രീതിയിലുള്ള ഒരു ഫോർമുലയും പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ഇസഡ് ബാർ അതായത് 4 മൈനസ് 3i ആണ് ഇസഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇസഡ് ബാർ എന്ന് പറയുന്നത് 4 പ്ലസ് 3i ആണ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഇസഡിന്റെ സ്ക്വയർ.
മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് മൈനസ് 3 സ്ക്വയർ ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ, അതായത് 4 പ്ലസ് 3i ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 16 പ്ലസ് 9, റൂട്ട് ഓഫ് 25ൻ്റെ സ്ക്വയർ, അതായത് 4 പ്ലസ് 3i ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 25 5 ആണ്, 5 സ്ക്വയർ 25. ഈ രീതിയിൽ നമുക്ക് ഫോർമുലയായിട്ട് എടുത്തുകൊണ്ടും ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം.